ശാന്താസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. നമസ്കാരം, ഞാൻ പ്രൊഫസർ ഉമാദേവി. ആദ്യം തന്നെ മിൻറ്റ് ലൈം ഉണ്ടാക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: നാരങ്ങ, മിൻറ്റ് എന്ന് വെച്ചാൽ പുതിന ഇല, മിൻറ്റ്, പിന്നെ ഇഞ്ചി ജ്യൂസ്, പഞ്ചസാര, വെള്ളം. അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. 150 ഗ്രാം പുതിന മിക്സിയിലെടുത്ത് ജ്യൂസ് അരിച്ചെടുത്തു. 1 കിലോ നാരങ്ങയുടെ ജ്യൂസ്, 100 ഗ്രാം ഇഞ്ചിയുടെ ജ്യൂസ്, 1.5 കിലോ പഞ്ചസാര. ഈ 1.5 കിലോ പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് അത് നല്ലതുപോലെ ഇളക്കി പഞ്ചസാര ഒന്ന് അലിയുമ്പോൾ അലിഞ്ഞു തുടങ്ങുമ്പോൾ അടുപ്പ് കത്തിച്ച് ഇത് തിളപ്പിക്കാൻ വയ്ക്കാം. ഈ പഞ്ചസാര നല്ലതുപോലെ തിളയ്ക്കട്ടെ. പഞ്ചസാര തിളച്ചു തുടങ്ങി. ഈ അരികത്തൊക്കെ പഞ്ചസാരയുടെ അഴുക്കാണ് ഇങ്ങനെ പത പോലെ കാണുന്നത്. അഴുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ വേറൊരു മാർഗമുണ്ട്. ഒരു 2 സ്പൂൺ പാല് അതിലൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ അഴുക്കെല്ലാം പെട്ടെന്ന് വേർതിരിഞ്ഞ് വരും. അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. തീ കുറയ്ക്കെ. ഇങ്ങനെ വരുന്ന പത വെള്ളത്തിലോട്ട് അങ്ങ് അലിയിച്ച് കളഞ്ഞാൽ കണ്ട ഇതിൻ്റെ ഈ അഴുക്ക് വെള്ളത്തിലോട്ടിങ്ങ് വരും. അങ്ങനെ പഞ്ചസാര വൃത്തിയായിട്ട് കിട്ടും. പഞ്ചസാര വൃത്തിയായിട്ട് കിട്ടിയാലേ ജ്യൂസ് കേടുകൂടാതെ ഇരിക്കുള്ളൂ. ഇനി ഈ പുതിനയുടെ വെള്ളവും പുതിന അടിച്ചതും നാരങ്ങ ജ്യൂസും ഇഞ്ചിയുടെ ജ്യൂസും അത് 3 ഇതിലേക്ക് ചേർക്കാം. ആദ്യം പുതിന ജ്യൂസ് എടുത്ത്
ഒഴിച്ചു. പിന്നെ ലൈം ജ്യൂസ് എടുത്ത് ഒഴിച്ചു. അതേസമയം ഇഞ്ചിയുടെ ജ്യൂസ്, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഈ മിൻറ്റ് ലൈമിൽ മിൻറ്റിൻ്റെ കളറ് ചേർക്കുന്നവരുണ്ട്. കളർ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മില്ലിൻ്റെ നല്ല ടേസ്റ്റ് അതിലുണ്ടാകും. പക്ഷേ കളർ ചേർത്ത് കുറേ കൂടി ഗ്രീൻ കളർ വരുത്തിയാൽ കളർഫുള്ളായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ ഗ്രീൻ കളറുണ്ട്, അത് മതിയെന്ന് വിചാരിച്ചാൽ അത് മതി. ഇപ്പോൾ ഒന്നിനും എസൻസും എന്നല്ല, ഈ ഫുഡ് കളറൊന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കാനാവുമ്പോൾ ഇതിന് ചേർത്തില്ലെങ്കിലും സാരമില്ല. ചെറിയ ഒരു ഗ്രീൻ കളർ ഇതിലുണ്ട്. ഇത് ഒരു പ്രാവശ്യം കൂടി തിളച്ചാൽ മതി. ഇത് എല്ലാം കൂടി ചേർത്ത മിക്സ് നല്ലതുപോലെ തിളച്ചു. ഇനി ഇത് തണുപ്പിച്ച് ഉപയോഗിച്ചാൽ മതി. നല്ല തണുത്ത വെള്ളം ഐസ് ക്യൂബ്സുമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നേരിയ പച്ച നിറം ഇതിനുണ്ട്. ഫുഡ് കളർ ചേർത്താൽ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷേ കുട്ടികൾക്കൊന്നും അത് കൊടുക്കാതിരിക്കുക നല്ലത്. അതുകൊണ്ട് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല.